നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ലവ് അട്രാക്റ്റ് ചെയ്യുന്ന ബ്രേസ്ലെറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അതിൽ നിന്നെല്ലാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളിലേക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് നിങ്ങളുടെ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിനകത്ത് പൂജ ചെയ്ത് മന്ത്രങ്ങൾ 108 തവണ ജപിച്ച് എനർജി കയറ്റിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് തരിക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വരുവാൻ വേണ്ടി സ്വിച്ച് വേർഡും പറഞ്ഞു തരുന്നതാണ്. ഇത് മന്ത്രം ജപിച്ച് തയ്യാറാക്കിയ ബ്രേസ്ലെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പവറായിരിക്കും. ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പിന് എന്തൊക്കെ മാറ്റമായിരിക്കും സംഭവിക്കുക എന്നതിനെക്കുറിച്ചുള്ളൊരു റീഡിംഗ് ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. കാർഡ്സ് എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ്, ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ്, 6 of cups, 4 of wands, queen of cups, 5 of pentacles, page of swords, 4 of cups, the empress, the hierophant, the world card. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ഫൂൾ കാർഡാണ്. നമുക്ക് റീഡിങ് എന്താണെന്ന് നോക്കാം. ഈ ഒരു കാർഡ് സ്പ്രെഡിൽ കപ്സിൻ്റെ എനർജിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അതായത് ധാരാളം സ്നേഹത്തിൻ്റെ എനർജി ഈ ഒരു സ്പ്രെഡിൽ വന്നിരിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം തന്നെ ഉണ്ടാവുന്നതായിരിക്കും. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ. ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നതിലൂടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വളരെ വേഗം തന്നെ നിങ്ങളുടെ അരികിൽ എത്തുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ വ്യക്തി തിരിച്ചും നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ബ്രേസ്ലെറ്റ് നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരും നിങ്ങളുടെ പേരും പറഞ്ഞിട്ടായിരിക്കും പൂജ ചെയ്ത് നൽകുന്നത്. അത് നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ എന്ത് സ്വപ്നമാണോ കണ്ടത്, ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത്, ആ സ്വപ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത് നിങ്ങൾക്ക് കണ്ടറിയുവാൻ സാധിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും ഏത് തരത്തിലുള്ള സ്നേഹമാണോ ആഗ്രഹിച്ചത്, നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത്, ആ വ്യക്തി നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, അതുപോലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ കല്യാണത്തിന് തടസ്സം നേരിടുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുകയാണ്, ഈ ഒരു കല്യാണം നടത്താൻ താല്പര്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നതിലൂടെ നിങ്ങളുടെ മാരേജ്, നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കാൻ സാധ്യതയുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കല്യാണം കഴിക്കുന്ന ആ ഒരു ദിവസത്തിനെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാകാം. അതൊക്കെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ആ വ്യക്തി നടത്തി തരുന്നതുമായിരിക്കും. ഈ ബ്രേസ്ലെറ്റ് ധരിക്കുന്നതിലൂടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ മനസ്സ് നിറയുന്ന രീതിയിലുള്ള സ്നേഹം ലഭിക്കുന്നതും സന്തോഷം ലഭിക്കുന്നതുമായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എത്ര വഴക്കിട്ട് പിരിഞ്ഞവരാണെങ്കിൽ തന്നെയും ഇപ്പോൾ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ധാരാളം വഴക്കുകൾ നടക്കുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഇടയിലുള്ള വാക്കുതർക്കം പോലും ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നതിലൂടെ മാറും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്.
ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കാര്യങ്ങളൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കാതെ ആ വ്യക്തിയുടെ വർക്കിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കരിയറിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധിച്ച് ആണ് വേറെ കാര്യത്തിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്, നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പ്രയോറിറ്റി ആണ് നൽകുന്നത് എന്ന് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്കും ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ്. കാരണം നിങ്ങളിത് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ തന്നെ ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി, നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ആ വ്യക്തി നൽകുന്നത്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പോലും കൂടുതലും ജോലിയുടെ കാര്യം മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടത്ര കെയറിങ്ങോ ശ്രദ്ധയോ നിങ്ങളുടെ കാര്യം നോക്കുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നതിലൂടെ ഇതൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് നിങ്ങളോട് പെരുമാറും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം കാണുവാൻ കഴിയുന്നില്ല. നിങ്ങളെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്ന, ആ വ്യക്തിക്ക് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, നിങ്ങൾ എത്രത്തോളം സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് പോലും ഇതൊന്നും കാണാതെ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾ ധരിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു മേജർ ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഇത് കയ്യിൽ ധരിക്കുന്നതിലൂടെ നിങ്ങളിൽ എന്തൊക്കെ കുറ്റവും കുറവുമാണോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കണ്ടത് അതൊക്കെ മാറി നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ കാണുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് നൽകുന്നത്. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു അബണ്ടൻസ് ആയിരിക്കും എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നതിലൂടെ നിങ്ങളുടെ ചുറ്റും സ്നേഹത്തിൻ്റെ ഒരു സമുദ്രം തന്നെ ഒഴുകുന്നതായിരിക്കും എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു രീതിയിലും പോലും കുറച്ച് പോലും നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഒത്ത് സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണർ അല്ല നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾ ധരിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധിച്ചുള്ള എന്ത് പ്രശ്നമാണെങ്കിലും അവിടെ സോൾവ് ആവുന്നതായിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ കല്യാണത്തിന് എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള മാരേജിനൊരു തടസ്സം പറയുകയാണെന്ന് കരുതിക്കോളൂ. അതായത് അവരുടെ കരിയറിൽ അവർക്ക് കുറച്ചുകൂടെ ഉയരണം, അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് മതി. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴും നിങ്ങൾ മാരേജിനെ പറ്റി പറയുമ്പോൾ തടസ്സം നിൽക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് മാറ്റുവാൻ ഈ ഒരു ബ്രേസ്ലെറ്റിന് സാധിക്കുന്നതാണ്. നിങ്ങളുടെ കല്യാണം ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നതിലൂടെ നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഉടനെ തന്നെ നടക്കും എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നതിലൂടെ നിങ്ങളോടുള്ള വെറുപ്പും പകയുമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ആ വ്യക്തിക്ക് കുറഞ്ഞ് ഗ്രാജുവലി നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹം ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ എന്താണോ ആ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നിങ്ങൾക്കൊന്ന് പുറത്ത് പോകണം, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് എന്ന് കരുതുക. അവിടെയൊന്നും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ അവർ വരാൻ വില്ലിങ് അല്ല. എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നു. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ പാർട്ട്ണർ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് മാറ്റുവാൻ ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഈ ബ്രേസ്ലെറ്റ് നിങ്ങളുടെ കയ്യിൽ അണിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ മനോഹരമായൊരു പുതിയ തുടക്കം തന്നെയായിരിക്കും ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന പ്രോമിസാണ്. ഇതൊരു പരസ്യത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. കാരണം ധാരാളം ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്, നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്, എന്ത് ചെയ്യണം എന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ.
നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ആ വ്യക്തിയിൽ നിന്നും മറുപടിയില്ല, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുകയാണ്, നിങ്ങളെ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ തമ്മിൽ വലിയൊരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ തമ്മിലുള്ള മാരേജിൽ നിന്നും പിന്മാറി, ഇതിനൊക്കെ ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ബ്രേസ്ലെറ്റ് ഓർഡർ തരുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി റീഡിംഗ് എടുത്ത് കണ്ടുപിടിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം എന്ത് എനർജിയാണ് നിങ്ങളെ അവിടെ ബ്ലോക്ക് ആക്കിയിരിക്കുന്നത് എന്ന് അറിയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അതനുസരിച്ച് ആ ഒരു ബ്രേസ്ലെറ്റിൽ പൂജ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓരോ വ്യക്തിക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പിലും പല പല പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതെന്താണെന്ന് കൃത്യമായി, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് പറയാത്ത പല കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ടാകാം. അതൊക്കെ കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന് പരിഹാരം ഇവിടെ ചെയ്തു തരുന്നതായിരിക്കും. റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉള്ളവർക്ക് മാത്രമല്ല, എല്ലാതരം ഇഷ്യൂസ്, എല്ലാതരം പ്രോബ്ലംസ് ഉള്ളവർക്കും ബ്രേസ്ലെറ്റ് ഇവിടെ നൽകുന്നതാണ്. താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.